പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നവരാണ് പാലക്കാട്ടെ ബി.ജെ.പി. നേതാക്കളെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ബി.ജെ.പിയിൽ നിന്നും അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ, അവരുടെ അസംതൃപ്തരായ ആളുകളെ അവരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരെ ബി.ജെ.പി. വിട്ടുവരാൻ തയ്യാറാണെങ്കിൽ, വർഗീയ നിലപാടുകൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ, ബി.ജെ.പിയുടെ ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിലും ഞങ്ങൾ തയ്യാറാണ്, ഇപ്പോഴും തയ്യാറാണ്. സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തിന്റെ വോട്ട് വെട്ടിമാറ്റാൻ വേണ്ടി കുൽസിതമായ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയ ആളാണ്. നഗരസഭാ കൗൺസിലറായിരുന്ന പ്രിയ അജയനെയും അതുപോലെ നഗരസഭയുടെ അധ്യക്ഷയായിരുന്ന പ്രമീള ശശിധരനെയും കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതുമായി രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നടത്തുന്ന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് പാലക്കാട്ടെ DCC, പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം. പാലക്കാട്ടെ MP വി.കെ. ശ്രീകണ്ഠൻ, അതുപോലെ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, അതുപോലെ മുതിർന്ന നേതാവായിട്ടുള്ള C. ചന്ദ്രൻ ഒക്കെ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതിൽ അവർ ഈ പറയുന്ന രാഹുൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ രാഹുൽ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് എല്ലാവിധ പച്ചക്കൊടിയും കാണിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ രണ്ട് നിബന്ധനകൾ, രണ്ട് കണ്ടീഷനുകൾ പാർട്ടി രാഹുലിന് മുന്നിൽ വെക്കുന്നുണ്ട്. ഈ രണ്ടുപേരെയും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അവർ കോൺഗ്രസിലേക്ക് വളർന്നു കയറണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായി നടക്കേണ്ടതുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് അവര് BJP വിടണം, BJP എന്ന് പറയുന്ന പാർട്ടി വിട്ടുകൊണ്ട് വരണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തത് എന്ന് പറയുന്നത് വർഗീയത എന്ന് പറയുന്ന വിഷം അത് ഫുള്ളായിട്ട് ഊറ്റിക്കളഞ്ഞുകൊണ്ട്, ആ മാരാർജി ഭവനിൽ തന്നെ ഫുള്ളായി ഊറ്റിക്കളഞ്ഞുകൊണ്ടായിരിക്കണം കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറേണ്ടത് എന്നുള്ള രണ്ട് നിബന്ധനകളാണ് രാഹുലിന് മുന്നിൽ ഇവർ വച്ചിരിക്കുന്നത്. രാഹുൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും അതിന് സമ്മതം മൂടുകയും അതിന് പച്ചക്കൊടി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം ഈ രണ്ട് കണ്ടീഷനുകൾ കൂടി അംഗീകരിക്കണം. എന്നാൽ മാത്രമേ കോൺഗ്രസ് പ്രവേശനം സാധ്യമാകുകയുള്ളൂ, അവരെ പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തായാലും എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തില് ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ പ്രമീള ശശിധരനുമൊക്കെ ആയിട്ടുള്ള ചില കൂടിക്കാഴ്ചകളും ചർച്ചകളും രാഹുൽ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവരൊക്കെ കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യതകളും നമ്മൾ കണ്ടതാണ്. ഏതുപോലെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായിരുന്ന സമയത്താണ് പാലക്കാട്ട് വലിയ ഒരു വിസ്ഫോടനാത്മകമായ ഒരു ചരിത്രം കുറിച്ച ഒരു നീക്കം ഉണ്ടായത്. അന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറുകയാണ് ഉണ്ടായത്. അന്ന് കോൺഗ്രസ് ക്യാമ്പിൽ നടന്നു എത്തിയ സന്ദീപ് വാര്യർ പറഞ്ഞ ചില വാക്കുകൾ, ആ വാക്കുകൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ്. ഇന്ന് ശ്രീകണ്ഠൻ അത് എടുത്തു പറയുന്നുണ്ട്. വരുന്ന ഒരു തലമുറക്ക് സുരക്ഷിതമായിക്കൊണ്ട് സമത്വത്തോടു കൂടി സാഹോദര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ശ്രീകണ്ഠൻ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അന്ന് സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യമുണ്ട്. എന്താണ്? നുണകളുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ പച്ച നുണകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ് താൻ ഇറങ്ങി വന്നിരിക്കുന്നത്. താൻ വന്നു കയറിയിരിക്കുന്നത് സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, മതേതരത്വത്തിന്റെ കടയിലേക്കാണ് താൻ വന്നു കയറിയിരിക്കുന്നത് എന്നാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത്. അപ്പോ അത്തരത്തിൽ ആയിരിക്കണമെന്ന് ശ്രീകണ്ഠനും കോൺഗ്രസ് നേതൃത്വവും വാശി പിടിക്കുന്നുണ്ട്, നിർബന്ധം പറയുന്നുണ്ട്. പാർട്ടി വിട്ടുകൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വെറുപ്പിന്റെ, വർഗീയതയുടെ, വിഷത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിച്ചിട്ടായിരിക്കണം കോൺഗ്രസിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ള രണ്ട് കണ്ടീഷനാണ് രാഹുലിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുകയാണ് പാലക്കാട്ടെ കോൺഗ്രസ്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട്, എസ്പെഷ്യലി ഈ പാലക്കാട് നിയോജക മണ്ഡലത്തില് രാഹുലിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന നഗരസഭയും കണ്ണാടിയും പിടിച്ചെടുക്കാൻ രാഹുലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. പിരായിരിയും മാത്തൂരും കണ്ണാടിയും നഗരസഭയിലെയും പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതിന് വേണ്ടിയൊക്കെ രാഹുൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം രാഹുൽ നടത്തിയ വലിയ ഒരു നീക്കമാണ് ഈ പ്രമീള ശശിധരന്റെയും അതുപോലെ തന്നെ പ്രിയ അജയന്റെയും ഈ പറയുന്ന കോൺഗ്രസിലേക്കുള്ള ചർച്ചകൾ എന്ന് പറയുന്നത്. അവരുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ രാഹുൽ മാങ്കൂട്ടം മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോ പ്രിയ അജയൻ എന്ന് പറയുന്നത് BJPയുടെ മുൻ നഗരസഭാ കൗൺസിലർ ആയിരുന്നു. ഈ പ്രിയ അജയൻ താൻ വഞ്ചിക്കപ്പെട്ടു,
തന്നെ കൂടെ നിന്നവർ വഞ്ചിച്ചു, തന്നെ വല്ലാതെ വേദനിപ്പിച്ചു, താൻ സഹിക്കാവുന്നതിന്റെ അപ്പുറം സഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് BJP വിടുന്നു എന്നുള്ള കാര്യം അവർ മുമ്പ് പറഞ്ഞത്. ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായത്. അങ്ങനെ BJPയിൽ നിന്ന് വലിയ അവഹേളനം, പരിഹാസം നേരിട്ട ഈ പറയുന്ന കൃഷ്ണകുമാറും മിനി കൃഷ്ണകുമാറും അടങ്ങുന്ന സംഘം, പ്രശാന്ത് ശിവൻ അടങ്ങുന്ന ഒരു സംഘം, അവരുടെ ചില താല്പര്യങ്ങൾ, അവരുടെ പണത്തിന് വേണ്ടിയിട്ടുള്ള കളികൾ, വർഗീയത കുത്തി നിറച്ചുകൊണ്ട് വിദ്വേഷം കുത്തി നിറച്ചുകൊണ്ട് ഈ പറയുന്ന കൃഷ്ണകുമാറും സംഘവും നടത്തുന്ന വലിയ തരത്തിലുള്ള ഈ നീക്കങ്ങൾ, അതിനെതിരെ BJPയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് പ്രമീള ശശിധരനെയും പ്രിയാജനെയും തങ്ങളുടെ പക്ഷത്തേക്ക് കോൺഗ്രസിന്റെ ചേരിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇപ്പോ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ വലിയ ഒരു പച്ചക്കൊടി സമ്മതം അവർ അറിയിച്ചിരിക്കുകയും ഇവരെ രണ്ടുപേരെയും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു നടപടി ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോ പാലക്കാട്ട് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് നഗരസഭയും അതുപോലെ കണ്ണാടി പഞ്ചായത്തുമാണ്. ഈ രണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അത് കോൺഗ്രസിന്റെ UDFന്റെ ഭരണത്തിലേക്ക് എത്തണമെന്നുള്ള ഒരു വലിയ നിർദ്ദേശം, അവിടെ കോൺഗ്രസും UDFും വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം രാഹുലിന് ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം ഈ പറയുന്ന ആളുകളെ കൂടി കോൺഗ്രസ് പക്ഷത്തേക്ക് എത്തിച്ചുകൊണ്ട് വലിയ ഒരു നീക്കം, വലിയ ഒരു രാഷ്ട്രീയ ചലനം ഈ പാലക്കാട് നഗരസഭയിൽ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളും രാഹുൽ മാങ്കൂട്ടം ഒരു ഭാഗത്ത് നടത്തുന്നു. എന്തൊക്കെയാണെങ്കിലും രാഹുലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, രാഹുൽ നടത്തുന്ന പ്രവർത്തനങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയും അതിനോടൊപ്പം നിൽക്കാനും പാർട്ടിയും നേതൃത്വവും ഇന്നലെ മുന്നോട്ട് വന്നിരുന്നു. അതോടുകൂടി ഈ വരുന്ന സമ്മതം കൂടി രാഹുലിന് ലഭിച്ചതോടുകൂടി പറയുന്ന കാര്യങ്ങളിൽ ഇവരുടെ കോൺഗ്രസ് പ്രവേശനം ഇന്ന് വരുന്ന ദിവസങ്ങളിൽ എന്ന് പറയാൻ പറ്റില്ല, ഈ വരുന്ന മണിക്കൂറുകളിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ നീക്കങ്ങൾ പാലക്കാട് നടത്തുന്നു. രാഹുൽ ആണെങ്കിൽ മണ്ഡലം വിട്ടു പോകാതെ മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങളിലേക്കും രാഹുൽ കടക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും വലിയ ഒരു തിരിച്ചുവരവ്, രാഹുലിന്റെ വലിയ തിരിച്ചുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഓൾറെഡി വലിയ തിരിച്ചുവരവ് നടത്തിയതാണ്. പക്ഷേ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, ഇത്രയും ദിവസം പാലക്കാടിന്റെ MLA എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഇന്നിപ്പോ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, UDFന് വേണ്ടി, UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വലിയ പ്രചരണങ്ങളിൽ, വലിയ പ്രവർത്തനങ്ങളിൽ, അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്നു, വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. രാഹുലിന്റെ മുമ്പിൽ ഈ പറയുന്ന നിബന്ധനകൾ ഉണ്ട് എന്ന് നമ്മൾ മുൻപ് പറഞ്ഞു കഴിഞ്ഞു. കണ്ണാടിയും നഗരസഭയും പിടിക്കണം എന്നുള്ള വാർത്തകളെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു, വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോ രാഹുൽ ആ വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നതും എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കപ്പെടും എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ചർച്ചകളും നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിക്കൊണ്ടാണ് ഈ BJP ഭരിക്കുന്ന നഗരസഭയും അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ണാടിയും പിടിച്ചെടുക്കണമെന്നുള്ള നിർദ്ദേശം രാഹുലിന് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു ദൗത്യം രാഹുലിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അച്ചടക്ക നടപടിയിൽ വലിയ ഒരു തീരുമാനം ഉണ്ടാകും. അത് ഔദ്യോഗികമായിട്ട് തന്നെ രാഹുലിന്റെ ഈ പാർട്ടിയിലേക്കുള്ള സസ്പെൻഷൻ നേരിടുന്ന വ്യക്തി എന്നുള്ള ആ പറച്ചിൽ അങ്ങോട്ട് ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും രാഹുൽ നടത്തുന്നുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും പാലക്കാട്ട് രാഹുൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, പ്രമീള ശശിധരൻ അതുപോലെ പ്രിയ അജയൻ അങ്ങനെ തുടങ്ങി ഈ വലിയ തമ്മിലടിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ പക്ഷം, കൃഷ്ണകുമാറിന് സീറ്റ് വേണം, ഭാര്യയ്ക്ക് സീറ്റ് വേണം, അങ്ങനെയുള്ള ഈ ഒരു വലിയ തന്റെ വീട്ടിലുള്ള ആളുകൾ മാത്രം രക്ഷപ്പെട്ട് കാണണം എന്ന് കരുതുന്ന കൃഷ്ണകുമാർ പക്ഷവുമായിട്ട് വലിയ ഒരു അടി ഈ പാലക്കാട്ട് BJPയിൽ വലിയ ഒരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഈ പറയുന്ന രണ്ടാളുകളെയും അതോടൊപ്പം മിക്കവാറും ശിവരാജനും ഈ പറയുന്ന
കോൺഗ്രസിലേക്ക് വന്നു കയറിയാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിലുള്ള ചില ചർച്ചകൾ രാഹുൽ നടത്തുന്നുണ്ട്. എന്താണെങ്കിലും പാർട്ടി നേതൃത്വം ഇത്രയും ദിവസം രാഹുൽ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നിരുന്ന പാർട്ടി നേതൃത്വം ഇപ്പോ പരസ്യമായി രാഹുലിനെ പിന്തുണക്കുവാനും രാഹുലിനെ അഭിനന്ദിക്കുവാനും തയ്യാറായി വരുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെ വലിയ 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 ഒരു പോസിറ്റീവായ പ്രതീക്ഷ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം രാഹുൽ ഓൾറെഡി പാലക്കാട് വലിയ സജീവമാണ്. ആ കാര്യങ്ങളിലൊന്നും വലിയ തർക്കങ്ങളില്ല, വലിയ നമുക്ക് ചർച്ചകളുമില്ല. ഈ ഒരു ചർച്ച, ഒരു ആശങ്കയുള്ളത് ഈ സസ്പെൻഷനാണ്. കാരണം ആ സസ്പെൻഷൻ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം അത് വലിയ ചോദ്യചിഹ്നമായി ബാക്കിയാവും എന്നുള്ളത് തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്ക ഈ തെരഞ്ഞെടുപ്പോട് കൂടി അങ്ങ് ഒഴിഞ്ഞു മാറണമെന്ന് ആഗ്രഹിക്കുന്നത്.